എറണാകുളത്ത് മെഡിക്കൽ കോളേജിലേക്ക് പോകാൻ വേണ്ടി വന്നതാ. അപ്പൊ അതിന് സൗകര്യമില്ല. പിന്നെ കുറച്ച് നേരിട്ട് നോക്കിയിട്ടില്ലെങ്കിൽ ഓട്ടോ വിളിച്ച് പോകണം. ഓട്ടോ വരുമോ? ഓട്ടോ ഉണ്ട്, 250 രൂപയാണ്. അതാണ് വെയിറ്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, എന്തായാലും ഇവിടെ ഇപ്പോൾ KSRTC-ലാണ് ഒരു എറണാകുളത്ത് നിന്ന് വന്നതല്ലേ? എറണാകുളത്ത് നിന്ന് വന്നാണ് മെഡിക്കൽ കോളേജ്, കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് വേണ്ടി വന്നതാണ്. അവർ ഈ KSRTC ഉണ്ടാകുമെന്ന് കരുതിയാണ് അവർ നിൽക്കുന്നത്. പക്ഷേ അവർ KSRTC സർവീസ് നടത്തുന്നില്ല. അങ്ങനെയാണെങ്കിൽ ഓട്ടോ വിളിക്കേണ്ടി വരും. ഓട്ടോ പക്ഷേ ഇവിടെ KSRTC-ക്ക് പുറത്ത് വിളിക്കുന്ന ആളുകൾക്ക് ലഭ്യമാവുന്നുണ്ട് എന്നാണ് മനസ്സിലാകുന്നത്. എന്തായാലും KSRTC-യിൽ അവരിയ്ക്കുന്നത് ഓട്ടോ വിളിച്ച് പോകാൻ വേണ്ടിയാണ്. ഓട്ടോ 250 രൂപ KSRTC റെയിൽവേ സ്റ്റേഷനിലേക്ക് വേണ്ടി വരും. അപ്പൊ KSRTC തന്നെ കോഴിക്കോട് സ്റ്റാൻഡിൽ നിന്നുള്ള വിവരങ്ങളാണ് അനീസിൽ നൽകിയത്. അവിടെയും ഒരുപാട് ആളുകളൊക്കെ എത്തിച്ചേർന്നിട്ടുണ്ട്. ഇതിൽ പ്രധാനമായി ബുദ്ധിമുട്ടുന്നത് സാധാരണക്കാരാണ്. ആശുപത്രിയിലേക്കൊക്കെ പോകേണ്ടവർ വാഹനം കിട്ടാതെ വലയുന്നു എന്നതാണ്. ഇപ്പോൾ ഒരല്പസമയം മുൻപ് ഒരാൾ പറയുന്നത് കേട്ടു, കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്കാണ് പോകേണ്ടത്. ഇപ്പോൾ ഓട്ടോയ്ക്കൊക്കെ 250, 300, 500 ഒക്കെ കൊടുക്കുക എന്ന് പറയുന്നത് ഒരു സാധാരണക്കാരനെ സംബന്ധിച്ച് അത് താങ്ങാവുന്നതിലും അപ്പുറമാണ്. അപ്പോൾ ഇതുപോലെയുള്ള പണിമുടക്ക് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് ആളുകളെ, ജനങ്ങളെ തന്നെയാണ് എന്നതാണ്. അപ്പോൾ ഇതുപോലെ ആളുകളെ ബുദ്ധിമുട്ടിച്ചുകൊണ്ട്, പൊതുജനത്തെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടാണോ ഇങ്ങനെ ഒരു പ്രതിഷേധം നടത്തേണ്ടത് എന്ന ചോദ്യവും പ്രസക്തമാണ്. അപ്പോൾ ആളുകളുടെ ഇടയിൽ നിന്ന് സ്വാഭാവികമായി ഇതുപോലെയുള്ള എതിർപ്പുണ്ടാകും. പക്ഷേ പ്രതിഷേധക്കാർ, ട്രേഡ് യൂണിയനുകൾ മുന്നോട്ട് തന്നെയാണ്. അവർ ചില ന്യായമായ കാര്യങ്ങൾ, കേന്ദ്ര സർക്കാരിനെതിരെ വളരെ പ്രസക്തമായ കാര്യങ്ങൾ ഊന്നിക്കൊണ്ടുള്ള പ്രതിഷേധമാണ് നടക്കുന്നത്.